മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആങ്കർ നേരെ നമ്മുടെ വെള്ളത്തിലേക്ക് തട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല നീലക്കടൽ. അതിനുശേഷം എല്ലാവരും സിനിമ കണ്ടുകൊണ്ടിരിക്കേണ്ട. ഇനി നമ്മൾ വലയിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിക്കാണ്. അതിനുശേഷം ഒരു 8 മണിയാകുമ്പോഴേക്കും ആ വല എടുക്കോട്ടെ. പിന്നെ നമ്മൾ നേരെ ആങ്കർ ഇട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം വെളുപ്പിനാണ് അടുത്ത വലയിടണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒറ്റയടിക്കിരുന്ന് കണ്ട് 3 സിനിമയാണ്. കാരണം മൊബൈലിൽ റേഞ്ചൊന്നും കിട്ടില്ല. രണ്ടെണ്ണന്മാർ വന്നിരുന്നു വള്ളത്തിന്. അവർ ഇര ചോദിച്ചു വന്നാണ് ചൂണ്ടിടാനായിട്ട്. പക്ഷെ അവർ ചോദിച്ചര നമ്മുടെ അടുത്ത് ഉണ്ടായില്ല കേട്ടോ. ഇങ്ങോട്ട് നോക്കാൻ നേരത്താണെന്നുണ്ടെങ്കിൽ ഒരു ബോട്ട് പോലും കാണാനുള്ള. അല്ലാത്തപ്പോൾ ബോട്ടുകളൊക്കെ കാണുകയാണ്. കാരണം ഇപ്പോൾ പണി മോശമായതിൻ്റെ പേരിൽ എല്ലാ ബോട്ടും കെട്ടിക്കിടക്കുകയാണ്. നമുക്കും നിലവിൽ പണി അങ്ങനെ മെച്ചപ്പെട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം ആദ്യം വലിച്ച വലക്ക് ഡീസൽ ചെലവിനുള്ള മീൻ പോലും നമുക്ക് കിട്ടിയില്ല. ഇന്ന് കറക്കിയെടുത്താണ് മുള്ളനുണ്ടാകും. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയണ പേരൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ? കാരണം നമ്മുടെ നാട്ടിൽ പറയണ പേരല്ല, വേറെ മറ്റുള്ള സ്ഥലങ്ങളിൽ പറയണ പല മീനുകൾ. അപ്പോൾ അണ്ണന്മാർ നേരെ തേടിയുള്ള യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അളിയനും അതുപോലെ ആൻറ്റി ചേട്ടനും കൂടി മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയുണ്ട്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ കമൻ്റ് ഇടാറുണ്ട്. അതായത് ലെങ്ത്ത് കൂട്ടണം, കുറച്ചും കൂടി ലെങ്ത്ത് വേണമെന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എടുക്കണ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂട്ടിയിടാനുള്ള ടൈപ്പല്ല നമ്മൾ എടുക്കണം. കാരണം നമ്മുടെ ബോട്ടിൽ എല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് നിങ്ങളിലേക്ക് കാണിക്കണം. അതായത് ബാത്റൂമിൽ പോണ കാര്യം ഒഴികെ ബാക്കി എല്ലാവരും നമ്മൾ ഇതിനകത്ത് കാണിക്കേണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. എന്തായാലും വെറൈറ്റി ഫിഷിങ് നമ്മൾ കാണിക്കും. പല വെറൈറ്റി സംഭവങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ശങ്കെടുക്കണത്, തെമ്മിങ്കലത്തിനെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ ഡ്രോൺ പറത്തി കാണിച്ചിട്ടുണ്ട്, ബോട്ടിൻ്റെ പങ്കിറങ്ങണത്, അക്വോറിയത്തിൽ മീനിട്ട്, അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സാഹചര്യം അതിനനുകൂലമല്ല. കാരണം എല്ലാവർക്കും പണി മോശമാണ്. അതുമാത്രമല്ല തമിഴ്നാട്ടിൽ നമ്മളിപ്പോൾ 2-3 പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കുണ്ടോ ഇല്ലയെന്നറിയില്ല. അപ്പോൾ എനിക്ക് വെറൈറ്റി കാര്യങ്ങൾ കാണിക്കാനായിട്ട് താല്പര്യമുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ പോകാനായിട്ട് പറ്റാത്തതിൻ്റെ പേരിൽ, പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി മോശമായതിൻ്റെ പേരിൽ ഒരാളും പോണില്ല. ഇപ്പോൾ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പണി മോശമാണ്. പിന്നെ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ദൈവം സഹായിച്ച് അതെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ വെറൈറ്റി കണ്ടൻസ് ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യം 100% ഉറപ്പ് തന്നെയുണ്ട്. ഒരാളെയും നമ്മുടെ ഫോളോവേഴ്സിന് ഒരാളെയും നമ്മൾ നിരാശപ്പെടുത്തൂല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടൻസൊക്കെ കണ്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ നമ്മുടെ മുള്ളൻകറിയിൽ നല്ല ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ആ ഒരു ഗ്രേവി അങ്ങോട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം മീൻ അതിലേക്ക് ഇടേണ്ട. ചിലവർക്ക് ബോട്ടിൽ ഫുഡ് വെക്കണ കാര്യങ്ങൾ ഇഷ്ടമാണ്. പക്ഷേ ചിലവർക്ക് ഫുഡിൻ്റെ വീഡിയോ ഇഷ്ടമേ അല്ല. അതെല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കില്ല, സെയിം ടേസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം കടലിൽ പോയി ഈ ഒരു ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോകണോട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിതത്തിൽ മറക്കൂല അതിൻ്റെ ആ ഒരു രുചി. ഞാനത് അത്രയും ഹൈപ്പ് കൊടുത്ത് അങ്ങനെ പൊക്കണമെന്നല്ല കേട്ടോ. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലയിൽ നിന്ന് കിട്ടിയ പാടി തന്നെ കറി വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് കഴിക്കണമെന്നുണ്ടെങ്കിൽ കടലിൽ തന്നെ പോകണം. അല്ലാണ്ട് നമുക്ക് കരയിലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസൊക്കെ ഇട്ടായിരിക്കുള്ള കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളും നഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും കിടന്നും ചിലർ ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. കടലിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നല്ല ചൂടാണ്. കാരണം കാറ്റിലൊന്നാമത്തെ കാര്യം. അപ്പോൾ കാറ്റില്ലാത്തതിൻ്റെ പേരിൽ നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ചൂടത്ത് നല്ല ചൂടൻ ചോറും നല്ല അടിപൊളി ചൂടൻ മീൻകറി, അതും നല്ല മുള്ളൻകറിയും കഴിക്കാനായിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാട്ടെ. അപ്പോൾ അളിയൻ മീൻകറി എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലവരുടെ കമൻറ്റാണ്, അതായത് നമ്മൾ ഇത്രയും മീനെ നിങ്ങൾ കടലിൽ നിന്ന് പിടിക്കണ്ടല്ലോ, അപ്പോൾ എന്തിനാണ് ഈ കുറച്ച് പിശുക്കണ മീൻ കറിക്കെടുക്കാൻ വേണ്ടിയിട്ട്, ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മീൻ കഴിച്ചുകൂടെയെന്ന് ഒരുപാട് പേരുടെ കമൻറ്റ് ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരു 3-4 പീസ് മീനെങ്കിലും ഉണ്ടാകും ഒരാൾക്ക്. ഇത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ച് തീരൂല. 4 പീസ് 5 പീസൊക്കെ ഉണ്ടാകും ഒരാൾക്ക്. അത് കഴിക്കുമ്പോഴേക്കും വയറ് നിറയും. പിന്നെ വെറുതെ നമ്മുടെ അടുത്ത് ഫുഡ് വേസ്റ്റായി കളയണ്ടല്ല എന്നുള്ള രീതിയിൽ കറക്റ്റ്, അതായത് ആവശ്യാനുസരണം മാത്രമേ നമ്മൾ കറി എടുക്കാറുള്ളൂ കേട്ടോ. ഇതൊക്കെ 3 പീസോളം ഉണ്ടാവും. സമയം ഒരു 4 മണിയായപ്പോഴേക്കും നമ്മുടെ നങ്കൂരം എടുക്കാനായിട്ട് തുടങ്ങി. അതായത് നമ്മുടെ ആങ്കർ എടുക്കാൻ തുടങ്ങി. ഏകദേശം 220-230 കിലോ ഉള്ള ആങ്കർ നമ്മുടെ ബീഞ്ചിൻ്റെ സഹായത്തോടു കൂടി കടലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊന്തി വന്നൊരു കാഴ്ചയുണ്ട് നിങ്ങൾ ഈ കാണുന്നത്. ആങ്കർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡിൽ തന്നെ നമ്മൾ കെട്ടിർത്തേണ്ടതാണ്. കാരണം പിന്നെ കെട്ടഴിച്ച് കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക് പോകോളൂല്ലോ, അതാണ് സുഖം. 4 മണി 4:30 ആയപ്പോഴേക്കും ചായ കുടിക്കാനായിട്ടുള്ള സമയമായി. ഇത് കാണുന്നവർ ചിന്തിക്കേണ്ടാവും ഇതെന്താണ് ഇതിൽ തീറ്റ മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചായ കുടിയെല്ലാം കഴിഞ്ഞ് നേരെ വല കടലിലേക്ക് കെട്ടിയിട്ടാ.
അപ്പോൾ നമ്മുടെ വലയും ബോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കി ഇപ്പോൾ സീ റോപ്പ് മാത്രമാണ് നമ്മൾ ഇറക്കിയിട്ടേക്കണം. ഇനി വയർ റോപ്പും കൂടി ഇറക്കാനുണ്ട്. ഏകദേശം 20 ഭാഗം റോപ്പോളം നമ്മൾ ഇനി ഇളക്കിയിടും. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും ബോട്ടും വലയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ബോട്ട് പോയി കഴിഞ്ഞിട്ട് 1/2 കിലോമീറ്ററോളം നീളം ഉണ്ടാവും നമ്മുടെ ഈ വല കിടക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത്രയും ഡിസ്റ്റൻസ് ഉണ്ടാവട്ടെ. അത് ആഴം കൂടുന്നതനുസരിച്ച് നമ്മൾ റോപ്പ് ഇടുന്ന അളവിലും വ്യത്യാസം വരോട്ടെ. കടലിനോട് ഞങ്ങളോടൊക്കെ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മുടെ സൂര്യൻ മച്ചാന്തേ പോയിക്കൊണ്ടിരിക്കേണ്ട പയ്യെ ഇങ്ങനെ മാഞ്ഞു. അപ്പോൾ അതേ വലെടുക്കാനായിട്ട് ഏകദേശം സമയമാവാറായിട്ടുണ്ട്. ഒരു 7 മണി 7:30 ആയപ്പോഴേക്കും വലെടുക്കാനായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ട്. അപ്പോൾ ഇപ്പോഴും എന്തൊക്കെ ചരക്കുണ്ടെന്ന് നമുക്കറിയില്ല. ഞാൻ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ വല കയറി കഴിഞ്ഞ് കോടൻ്റെ പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പം അതിന് മുന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ. കാരണം വലയിൽ നമ്മുടെ ഈ ഫ്ലോട്ട് ഉണ്ട്, അതായത് ഈ പൊന്തിക്കിടക്കണ ഒരു ബോൾ പോലത്തെ ഒരു സംഭവം. അപ്പോൾ ഈ സെൻറ്റർ ഫ്ലോട്ട് ഇങ്ങനെ താന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെയിറ്റുള്ള എന്തോ വലയിൽ കയറിയിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അങ്ങനെ കാണാൻ പറ്റില്ല, കാരണം എല്ലാ ഫ്ലോട്ടും നന്നായിട്ട് ഇങ്ങനെ പൊന്തിക്കിടക്കണ്ടായിട്ട്. അപ്പം മീൻ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല, അത് ചരക്കൊട്ടിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ പകരം നമ്മുടെ അക്കിടി അത് പഴയനയിലും നല്ല രീതിയിൽ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു വല വലിച്ചു കയറ്റാനായിട്ട് എന്തോരം കഷ്ടപ്പാടുണ്ടെന്നറിയോ. ഇഷ്ടം പോലെയാണ് കിട്ടിയത്. അതായത് നേരത്തെ കിട്ടിയതിനേലും ഡബിളായിട്ട് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കി അങ്ങോട്ടിങ്ങനെ കിടക്കുകയാണ് ഇഷ്ടം പോലെ അക്കിടി. ഇതൊക്കെ വെറൈറ്റി ഒരു മുട്ട കിട്ടിയാണ് കേട്ടോ. ഇതെന്തിൻ്റെ മുട്ടയാണെന്ന് അറിയണവരൊന്ന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതായത് ഒരു മീനിടണ മുട്ടയാണിത്. അപ്പോൾ അതെന്ത് മീനിൻ്റെ ആണെന്ന് അറിയണവർ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇഷ്ടം പോലെ കാണിച്ചിട്ടുള്ളതാണ്. കോടൻ്റെ ഇതേ കയറി തന്നെ. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും മീൻ പഴയതിനേലും നമുക്ക് കുറവാണ്ട് കിട്ടിയാണ്. അപ്പോൾ ഇതും ചിലവിനുള്ള പണി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ വലയിലും നമുക്ക് എന്താ പറയുക, ചിലവിനുള്ള പണി കിട്ടിയില്ലെന്ന് വേണമെങ്കിൽ പറയാം. അത് നോക്കിയാൽ കിട്ടിയ മീനുകളൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ നോക്കട്ടെ. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പണി മോശ സമയത്തുള്ള വീഡിയോസ് വേണമെങ്കിൽ എനിക്ക് കാണിക്കാതിരിക്കായിരുന്നു. കാരണം എല്ലാവരും എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ മീൻ കിട്ടുന്നതും അതുപോലെ കുറേ മീനെ പിടിക്കണ കാര്യങ്ങൾ മാത്രമാണ് മിക്കവരും കാണിക്കണം. ഇതുപോലെ പണി മോശമുള്ള സമയത്തൊന്നും ആരും വീഡിയോ കാണിക്കൂല. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആളുകൾ അത് കാണൂല. കാരണം മീൻ കുറവാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ ശരിക്കും ഇത് കാണിച്ചതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 മാസം കഴിഞ്ഞാണ് ശരിക്കും കടലിലേക്ക് പോണത്. അപ്പോൾ അതേ കടലിലേക്ക് കിട്ടിയ ഒരു സ്പോഞ്ചാണ്, കടൽ സ്പോഞ്ച് എന്ന് പറയും ഇതിനെ. അപ്പോൾ ഇത് നമ്മുടെ ബോട്ടിൽ വലയിൽ കിട്ടിയാണ്. ഇഷ്ടംപോലെ ചെറുമീനുകളുടെ ഒരു താവളമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ 1 മാസം കഴിഞ്ഞാണ് നമ്മളിപ്പോൾ കടലിലേക്ക് പോകുന്നത്. കടലിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ചിലവ്, കടലിൽ ഒരു ബോട്ട് പോകുമ്പോഴുള്ള ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 3 ലക്ഷം രൂപ 4 ലക്ഷം രൂപയൊക്കെ ചിലവ് വരും. ഡീസൽ, ഐസ്, പിന്നെ അതുപോലെ റേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ കടലിൽ അതിനനുസരിച്ചുള്ള മീനും കിട്ടണില്ല. ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ഫിഷിംഗ് ബോട്ടുകൾക്കുള്ള ഡീസലിന് ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇന്നേ വരെയും നമുക്കത് കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങളാണ്. പക്ഷേ അത് നമുക്ക് കിട്ടിയിട്ടില്ല. 96 രൂപ 98 രൂപ മുടക്കിയാണ് ഇപ്പോഴും നമ്മൾ ഈ ഡീസൽ അടിച്ച് കടലിലേക്ക് പോകണം. അത് 3000 ലിറ്റർ 4000 ലിറ്റർ ഡീസലൊക്കെ അടിക്കും ചില സമയങ്ങളിൽ. അത് പിന്നീട് നമ്മൾ തീരണ അനുസരിച്ചാണ്. ഇപ്പോൾ 1500 ലിറ്റർ ഇപ്പോൾ പോയി വന്നപ്പോൾ തീർന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 1500 ഫില്ലാവും. അങ്ങനെ ഫില്ലാക്കിയാണ് പോകുന്നത്. മീനുകൾ ശരിക്കും പറഞ്ഞാൽ ഇല്ലിപ്പോൾ പൊടിച്ചാളാണ് ഇപ്പോൾ വള്ളക്കാർക്കാണെങ്കിൽ പോലും കിട്ടുന്നത്. ഇനി നല്ലൊരു കാറ്റും കോളും മഴയൊക്കെ വന്ന് കടൽ നന്നായിട്ട് കലങ്ങി മറിഞ്ഞു കഴിഞ്ഞാലേ നമുക്കിനി മീൻ കിട്ടുള്ളൂ. അപ്പോൾ അതെ കിട്ടിയ നെയ്മീനും അതുപോലെ കിട്ടിയ നമുക്ക് ചില്ലറ മീനുകളെല്ലാം സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കണ വേണ്ടി കാണുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ രാവിലത്തെ വലയിലെങ്കിലും മീൻ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഒരു എപ്പിസോഡായിട്ട് നമുക്ക് കാണാം കേട്ടോ. ടാറ്റാ.